എല്ലാവർക്കും അബിസറി ഹോമിലേക്ക് സ്വാഗതം. കാച്ചിൽ നടാനായിട്ട് ഞാൻ ചാക്കിൽ മണ്ണൊരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാനായിട്ട് ഒരു ടാങ്ക് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ മഴ തുടങ്ങിയപ്പോൾ ഞങ്ങളെടുത്ത് മാറ്റിയായിരുന്നേ. അപ്പം അതുകൊണ്ട് ആ സ്റ്റാൻഡിൽ 4 ചാക്കിൽ ഞാൻ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആ സ്റ്റാൻഡ് വെറുതെ ഇരിക്കുമല്ലേ, ഇത് അവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല, കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 4 ചാക്കിനകത്ത് ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട്. മണ്ണും കരിയില, ആട്ടും കഷ്ടം, ചാണകപ്പൊടി ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാച്ചിൽ നടാൻ പോകുക. വയലറ്റ് കളറും ഉണ്ട്, വെള്ളയും ഉണ്ട്. 2 ചാക്കിൽ വയലറ്റ് കളറ്, 3 ചാക്കിൽ വെള്ള കളറ് നടാനും വെച്ചാണ്. അപ്പം 4 ചാക്ക് ഇവിടെ ഉണ്ട്. 1 ചാക്ക് ഇതാണ്ട് അവിടെ കരുവേപ്പിൻ്റെ അപ്പുറത്തായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വള്ളി കയറി പോകാനായിട്ട് ഒരു കമുകുണ്ട്. ആ കമുകെ കയറ്റി വിടാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ചാക്ക് ഈ സ്റ്റാൻഡിൻ്റെ പുറത്ത് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് കാച്ചിൽ നടാം. ഇതിൽ ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ ചേമ്പിനൊക്കെ മണ്ണ് ഒരുക്കിയ സമയത്ത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കാച്ചിലിന് വേണ്ടിയിട്ടും ചാക്കിനകത്ത് മണ്ണ് ഒരുക്കി വെച്ചതാണ്. ഏറ്റവും അടിയിൽ മണ്ണ്, കരിയില, ആട്ടും കഷ്ടം, ചാണകപ്പൊടി, പിന്നെ മണ്ണ്, കരിയില, ചാണകപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിതിൽ കാച്ചിൽ നടാം. വയലറ്റ് കളർ കാച്ചിൽ ഞാൻ മേടിച്ചായിരുന്നു ഇന്നലെ. വീട്ടിലുണ്ടായതല്ല, പുറത്തുനിന്ന് ഞാൻ മേടിച്ചതാണ്. ഇത് വയലറ്റ് കളറാണ്, കണ്ടോ, വയലറ്റ് കളർ കാച്ചിലാണ്. ചെറുതായിട്ടൊന്ന് ഞുള്ളി. അപ്പോൾ കാച്ചിൽ ഇതിലിടേക്കാം. അപ്പം 4 ചാക്കുണ്ട്. ഈ 4 ചാക്കിലും നടാം. 2 ചാക്കിൽ നടാനായിട്ട് വയലറ്റ് കളറുണ്ട്. അപ്പോൾ 2 ചാക്കിൽ വയലറ്റും ഈ 2 ചാക്കിൽ വെള്ള കളറും നടാം. ഇത് ചാണകപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഈ 4 ചാക്കിൽ 4 എണ്ണത്തിന് ഞാൻ കാച്ചിൽ വെച്ചിട്ടുണ്ട്. അപ്പം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്നാണല്ലോ പൊട്ടിക്കിളുക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി ആട്ടും കഷ്ടവും കൂടെ ഇട്ട് കൊടുത്തേക്കാം. അങ്ങനെ 4 എണ്ണത്തിൽ ആട്ടും കഷ്ടവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കരിയിലയും ഇട്ട് കൊടുക്കണം. കരിയിലിടാൻ സ്ഥലമില്ലെന്ന് തോന്നുന്നു, എന്നാലും വേണ്ടില്ല, കരിയിലിടാം. വെച്ചിട്ട് ഇച്ചിരി മണ്ണ് അതിൻ്റെ പുറത്തിട്ട് കൊടുത്തേക്കാം. വലിയ ചാക്കല്ല, കുഞ്ഞു ചാക്ക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാക്കിലാണ് കാച്ചിൽ കൃഷി ചെയ്തത്. വീട്ടിലേക്ക് ആവശ്യമുള്ള കാച്ചിൽ എനിക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം എന്നാൽ ചാക്കിൽ തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഈ സ്റ്റാൻഡ് വെറുതെ വെച്ചേക്കുമല്ലേ, എന്തെങ്കിലും പ്രയോജനപ്പെടേണ്ടതായിട്ട്. അതുകൊണ്ട് ഇതിലങ്ങ് കാച്ചിൽ കൃഷി ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു കുറച്ച് മണ്ണൂടെ ഇട്ട് കൊടുക്കും. എൻ്റെ പുറത്ത് കാച്ചിലെ ചേനയെല്ലാം ഞാൻ വിലക്ക് മേടിച്ചതായിരുന്നു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ചേന ഇത്തിരി കിട്ടിയായിരുന്നു. ചേമ്പും ചേനയും എല്ലാം പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നു. വീട്ടിലേക്കുള്ള ആവശ്യത്തിന് മാത്രമേ കിട്ടിയുള്ളായിരുന്നു എല്ലാമേ. ഇലയിട്ട് മണ്ണ് ഇട്ട് കൊടുത്തു. അങ്ങനെ കാച്ചിലും നട്ടു. പുറത്തുനിന്ന് നമുക്ക് മേടിക്കണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാമല്ലോ. വീട്ടിൽ സ്ഥലമില്ലെന്നോ അങ്ങനെ പറഞ്ഞ് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ഉള്ള സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്യാം. അപ്പം ചേന നട്ടു, ചേമ്പ് നട്ടു, കാച്ചിലും നട്ടു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്